ഇത് കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചയാണ്. ഇത് വട്ടപ്പറമ്പ് അങ്കണവാടിയാണ് നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഞങ്ങൾ അന്നൊരു ദിവസം ഒരു കാളപൂട്ട് കാണാൻ വേണ്ടിയിട്ട് കരേക്കാട് പോയിട്ട് അങ്ങനെ ഏകദേശം കരേക്കാട് എത്താൻ നേരത്ത് വണ്ടി കംപ്ലൈൻ്റ് ആയി. അവിടെ നമ്മൾ റിട്ടേൺ പോന്നു. വണ്ടി വർക്ക്ഷോപ്പിലൊക്കെ ആക്കിയിട്ട് നമ്മൾ റിട്ടേൺ പോന്നു. റിട്ടേൺ ബസ്സിന് വന്നിട്ട് നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഈ കാഴ്ച ഉണ്ട്. ഒരു നമ്മുടെ ഇരുമ്പളി സ്കൂളിലെ NSSൻ്റെ വളണ്ടിയേഴ്സാണ്. അപ്പോൾ അവർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ നമ്മൾ പോകുമ്പോൾ അവരവിടെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ അവരിങ്ങനെ വരയ്ക്കണതൊക്കെ കണ്ടിട്ടേ ഞങ്ങളിങ്ങനെ അവിടെ നിന്നു. ചിലരൊക്കെ അവിടെ നിന്ന്. അപ്പോൾ നമ്മളപ്പോൾ ഒരാളുണ്ട് സൈഫാക്ക, നിൽക്കുന്ന സൈഫുദ്ദീനാക്ക. മൂപ്പര് ചെറിയ പെയിൻറ്ററാണ്. മൂപ്പരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരപ്പിക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. അങ്ങനെ മൂപ്പരെ നിർബന്ധിച്ച് ഒരു സ്പില്ലർ അവർ ചാൻസായിട്ട് കൊടുത്തു. അവർ നിർബന്ധിച്ച് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മരം സെറ്റാകാൻ മൂപ്പര് ഏറ്റു. അപ്പോൾ അതിൻ്റെ ഒരു വര സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. വലിയ എക്യുപ്മെൻറ്റ്സ് മൂപ്പരെടുത്തില്ല, അവരെടുത്തില്ല. അവരും പെയിൻറ്റിങ് അവരെ ഡയറി കൊണ്ടു കൊടുക്കുന്ന ബ്രഷ് കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ അത് തന്നെയുള്ളൂ. അപ്പോൾ അവരുടെ രീതിയിലുള്ളൊരു അഭിനന്ദനങ്ങൾ കേട്ടോ ശേഷം അവരുടെ ശൈലിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് പോരാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു അത് ഫിനിഷിങ് ആക്കാൻ പെയിൻ്റൊക്കെ കൊടുത്തിട്ട് ഒന്ന് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നു. അപ്പോൾ ഉള്ള പെയിൻ്റൊക്കെ കൂടി മിക്സ് ആക്കിയിട്ട് മൂപ്പര് വീണ്ടും വര തുടങ്ങി. ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ വരക എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു എന്താ പറയുക, അതിൻ്റേതായ ഒരു കഴിവ് തന്നെ വേണം. മൂപ്പരുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ പല ആളുകളുണ്ട് ആരും അറിയപ്പെടാതെ ഏറ്റവും അടിപൊളിയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകളുടെ ചിത്രം വരയ്ക്കും. പലതും വരയ്ക്കുന്ന ആളുകൾ, അതൊക്കെ പ്രത്യേക ടാലൻ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇത് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും വ്യത്യസ്തമായ കഴിവുകളുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെങ്ങനെയായാലും എല്ലാ കഴിവുകളെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം നമ്മൾ കഴിയുന്ന രീതിയിൽ. അപ്പോൾ അവരുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അവർ വരയ്ക്കുന്ന ഏകദേശം ചിലർക്കൊക്കെ ഒരു ചെറിയ ഐഡിയ ഉണ്ട് തോന്നുന്നുണ്ട് കുറേ കാര്യങ്ങളിലൊക്കെ. പിന്നെ ഓട്ടോമാറ്റിക്കായി ഇവർ ചെയ്യുന്നതുകൊണ്ട് ഓരോ മതിലുകൾ ചെയ്യുമ്പോൾ ഒരു ചാൻസ് തന്നെ അല്ലേ. സേഫൊക്കെ ഏകദേശം ഇങ്ങനത്തെ സീനറി കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ സൂപ്പർ കേട്ടോ. മൊത്തത്തിൽ മൂപ്പര് ജോലി ഇതാണ്, പെയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ എന്നാലും ഇങ്ങനത്തെ വർക്കിനൊക്കെ മൂപ്പര് സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ എന്താ സംഭവം, മൂപ്പര് എങ്ങനെ ഈ ഒരു സംഭവം പെയിൻറ്റിങ്ങിന് പോയിട്ട് പഠിച്ചാണെന്ന് വെച്ചപ്പോൾ അതല്ല സംഭവം. എന്ന് വെച്ചാൽ പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ ഡ്രോയിങ് ടീച്ചർ ഏതൊരു കടയിൽ നിർത്തിയതേ, പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു കടയിൽ നോക്കാൻ വേണ്ടി നിർത്തിയത്. നമസ്കാരം, മനസ്സൊന്നാവട്ടെ. ഞങ്ങൾ GHS ഇരുമ്പുളയം സ്കൂളിലെ NSS വളണ്ടിയേഴ്സാണ്. അപ്പോൾ NSSൻ്റെ സപ്തദിന ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഒരു അങ്കണവാടി ഏറ്റെടുത്ത് അത് നവീകരിക്കലാണ് ഞങ്ങൾക്കുള്ളൊരു ഡ്യൂട്ടിയിലൊന്ന്. അപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയ ഒരു അങ്കണവാടിയാണിത്. അപ്പോൾ ബാക്കിയുള്ള പിക്ചറുകളും കംപ്ലീറ്റ് അവർ തന്നെ വരച്ചാട്ടോ. ബാക്കി മതിലുമുള്ള വരകൾ മാത്രമല്ല കേട്ടോ, അത് ആകെ കാട് പിടിച്ചിറക്കുന്നതായിരുന്നു ഇതിൻ്റെ സൈഡൊക്കെ. അവർ ചെത്തിക്കോരി വൃത്തിയാക്കി വൈറ്റ് സിമെൻ്റ് അടിച്ച് തന്നെ വൈറ്റ് അടിച്ചിട്ട് അവർ ക്ലീൻ ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ഒരു 4-5 ആളുണ്ട്. അവരുടെ ഒരുപാട് നേരത്തെ അധ്വാനം ഉണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ. ജസ്റ്റ് ഒരു ചിത്രം വരെ മാത്രമല്ല, അതിൻ്റെ പുറത്തുള്ള ആ ഒരു മതിലിൻ്റെ സൈഡ് കംപ്ലീറ്റ് അവർ വൃത്തിയാക്കി തന്നെയാണ്. അപ്പോൾ ഓക്കെ.